ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഇപ്പം നോക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ചാപ്റ്ററിലെ സമ്മ് കാണുന്ന ചോദ്യങ്ങളാണ്. തുക കാണുന്ന ക്വസ്റ്റ്യൻസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഉറപ്പുള്ള ടോപ്പിക്കാണ് സമ്മ് കാണുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് എ സീക്വൻസ് 4, 8, 12. ഓക്കെയാണ്. എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, അങ്ങനെ 3 ചോദ്യങ്ങളെ കിടക്കുന്നുണ്ട്. സി വരെയുണ്ട്. ഒന്നാമത്തത് 4, 8, 12 എന്ന ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചില്ലേ? എന്താണ് നമ്മുടെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ, തുക കാണാനുള്ള ഇക്വേഷൻ? Sn is equal n/2 into x1 plus xn. ഈ ഇക്വേഷൻ കൊടുത്തല്ലേ നിങ്ങൾ ചെയ്യാറ്. അപ്പൊ ആ ഇക്വേഷനിലേക്ക് വേണ്ട ഓരോ ആളുകളെയും കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങളുടെ തുകയാ, എത്ര ടേമിന്റെ സമ്മ? 20 ടേമിന്റെ സമ്മല്ലേ അവർ ചോദിച്ചേ. അപ്പൊ നമ്മൾ n പകരം 20 എന്ന് കൊടുക്കുക. 20/2 into x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം ഇവിടെ നോക്കിയാൽ കാണാനല്ലോ. ഫസ്റ്റ് ടേം എത്രയാ? 4 ആണ് ഫസ്റ്റ് ടേം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടേമിന് 4 കൊടുത്തു, പ്ലസ് കൊടുത്തു. xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ്. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ സീക്വൻസിലേക്ക് നോക്കി, ഇവിടുത്തെ ലാസ്റ്റ് ടേം ആയ 12 ആണ് ലാസ്റ്റ് ടേം എന്ന് പറയരുതേ. ഈ 12 തേർഡ് ടേം ആണ്. നമ്മൾ 20 ടേംസിന്റെ സമ്മാണ് കാണാൻ പോകുന്നത്. 20 ടേമിന്റെ സമ്മ് കാണാൻ പോകുന്ന സമയത്ത് എന്താണ് വേണ്ടത്? 20ാമത്തെ ടേം, 20th ടേം ആയിരിക്കണം ലാസ്റ്റ് ടേം. അത് മറക്കരുതേ, ആ പോയിന്റ് ഓർത്ത് വെക്കുക. 20 ടേമിന്റെ സമ്മ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 20th ടേം ആണ്. x20 എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് x1നോട് പ്ലസ് ഒരു 19d ചെയ്താൽ നമുക്ക് 20th ടേം കിട്ടില്ല. 20ാമത്തെ കണ്ടുപിടിച്ചൂടെ? ഓക്കെ ആണ്. ഇനി അല്ലെങ്കിൽ ജനറൽ ഫോം ഒക്കെ വെച്ച് കണ്ടുപിടിക്കാം. ഇതല്ലേ എളുപ്പത്തിൽ പോയി കൂടെ? ഫസ്റ്റ് ടേമിനോട് 19 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് 20ാമത്തെ ആളെ കിട്ടും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നാമത്തെ ആള് 4 പ്ലസ് 19 ഇൻറ്റു ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് അതും നമുക്ക് എന്താണ് വരുന്നത്? ഡി തന്നെയാണല്ലേ വരുന്നത്. ഡി എത്രയാ? 4 തന്നെയാണല്ലേ ഡി. അങ്ങനെ അത് 4 കൊടുത്തു. അപ്പൊ 4 പ്ലസ് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 9 4 36 6 ബാക്കി 3 ഒരു 4 3 7. അപ്പൊ 76 4 കൂടെ 80 എന്ന് കിട്ടും. 80 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ xn പകരം 80 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ആൻസർ കണ്ടുപിടിക്കാം. 20/2. 20/2 എത്രയാ? 10. അപ്പൊ 10 ഇൻറ്റു 80 പ്ലസ് 4 84 എല്ലാം കൂടെ 840 എന്ന് ആൻസർ കിട്ടും. 840. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വെക്കുക. സമ്മ് കാണാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ സം ഈസ് ഈക്വൽ n/2 ഇൻറ്റു x1 പ്ലസ് xn. ആ ഇക്വേഷൻ വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ആക്കാൻ പറ്റും. ഇനി അതിന്റെ ബി പാർട്ട് നോക്കണേ. If 3 is added to each term in the above sequence, write the algebra of the new sequence. നിങ്ങൾ ഈ സീക്വൻസിലെ എല്ലാ ടേംസിനോടും ഒരു 3 ആഡ് ചെയ്താൽ പുതിയൊരു സീക്വൻസ് കിട്ടൂലേ? അതിന്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ പൊതുവായ രൂപം എഴുതാനാ പറയുന്നത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ആരാ നോക്കുക, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം. ബി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 4, 8, 12 ഇങ്ങനെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ 4ന്റെ ടേബിളാ. 4ന്റെ ഗുണനപ്പട്ടിക 4ന്റെ ടേബിൾ അല്ലേ? അപ്പൊ അതിന്റെ ജനറൽ ഫോം 4n ആണ്. 4n. n-ന് 1 കൊടുത്താൽ 4 × 1 4, 2 കൊടുത്താൽ 4 × 2 8. അങ്ങനെയല്ലേ പോകുന്നത്? അതിനോട് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഓരോ ടേമിനോട് 3 പ്ലസ് ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ സീക്വൻസിന്റെ ജനറൽ ടേം ഈ 4n-ഉം പ്ലസ് ഒരു 3യും കൂടി ആയിരിക്കും. ഇങ്ങനെയായിരിക്കും കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 4n എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള സീക്വൻസ്. ഒരു 3യും കൂടെ ആഡ് ചെയ്താൽ പ്ലസ് ഒരു 3യും കൂടെ കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ പുതിയ സീക്വൻസിന്റെ ജനറൽ ഫോം വരാൻ പോകുന്നത്. ഓക്കെ ആണേ? സി ക്വസ്റ്റ്യൻ. ഇനി ഇവിടുത്തെ സി ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ലാസ്റ്റ് ചോദ്യം. ഈ ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. എന്ന് വെച്ചാൽ പുതിയ സീക്വൻസ്. ഈ ജനറൽ ഫോം കൊടുത്ത് നമ്മൾ പ്ലസ് 3 ഒക്കെ ചെയ്ത് പുതിയ സീക്വൻസ് എഴുതിയില്ലേ? ആ സീക്വൻസിന്റെ ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മ് കാണാനാ പറഞ്ഞത്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സമ്മിന്റെ ഇക്വേഷൻ ഒക്കെ എഴുതി n/2 ഇൻറ്റു x1 പ്ലസ് xn ഒക്കെ കൊടുത്ത് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. അതല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ചെയ്യാം. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഒരു ആൻസർ 840 ഉണ്ട്. 840 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ 4, 8, 12 എന്ന് പറയുന്ന സീക്വൻസിന്റെ സമ്മാണ് അല്ലേ? അതിന്റെ 20 ആൾക്കാരുടെ സമ്മാണ് 840. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഓരോ ആളോടും ഒരു പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 ഇങ്ങനെ പ്ലസ് 3 ചെയ്യല്ലേ? അങ്ങനെ എത്ര 3 പ്ലസ് ചെയ്യണം? 20 ടേംസിനോടും 3 പ്ലസ് ചെയ്യണ്ടേ? അപ്പൊ ഒരു 20 തവണ നമ്മൾ ഇവിടെ 3 പ്ലസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ? 3 3 3 3 എന്ന് പറഞ്ഞ് 20 ടൈംസ് ഓരോ ടേമിനോടും ആയിട്ട് പ്ലസ് ആക്കി കിടക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 840നോട് എത്രയാണ് നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടത്? 3 എന്ന് പറയുന്ന നമ്പർ 20 ടൈംസ് നമുക്ക് വരുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നമ്മുടെ ടോട്ടൽ സമ്മായി കിട്ടിയും. നമുക്ക് വേണ്ട ആകെയുള്ള നമ്മുടെ തുക ഇവിടെ വന്നിട്ടുണ്ടാവും. 840 പ്ലസ് 3 × 20 എന്ന് പറഞ്ഞാൽ 60. എല്ലാം കൂടെ ആൻസർ 900 ആയിട്ട് മാറിയിട്ടുണ്ടാവും.
ഇനി നിങ്ങൾ നേരത്തെ പോലെയാണ് ചെയ്യുന്നതെങ്കിൽ, സാധാ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? n/2 എന്ന് പറയുമ്പോൾ n 20 കൊടുക്കണം. 20/2 10 വരും. അത് കഴിഞ്ഞാൽ x1 പ്ലസ് xn അല്ലേ, x1 കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ n ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. 4 × 1 4ഉം 4 + 3യും കൂടെ 7 ആയിരിക്കും നമുക്ക് അവിടെ ഫസ്റ്റ് ടേം വരാം. ഇനി ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നേരത്തെ ലാസ്റ്റ് ടേം അല്ല, നേരത്തെ ലാസ്റ്റ് ടേം എത്രയാ? 80 ആ. ഇപ്പൊ ലാസ്റ്റ് ടേം 83 ആയിരിക്കും ലാസ്റ്റ് ടേം വരാം. 83യും 7ഉം കൂടെ 90, ആ 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 900. അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, എല്ലാത്തിന്റെ കൂടെയും 3 ആഡ് ചെയ്താൽ ഒരു 23ഉം കൂടെ കൂടുതൽ വന്നിട്ടുണ്ടാവും. ഓൾറെഡി ഉള്ള ആൻസറിനോട് അതും കൂടെ അങ്ങ് പ്ലസ് ചെയ്താൽ ഫൈനൽ ആൻസർ ആയി ഉണ്ടാവും. റെഡിയാണേ? ഇനി അങ്ങനെ പെട്ടെന്ന് ആലോചിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷനിൽ തന്നെ കൊടുത്തിട്ട് ആൻസർ എന്തായാലും കണ്ടുപിടിക്കണം, മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ്, ടേംസ് സം എന്ന് പറയുന്ന ഭാഗം, പദങ്ങളും തുകയും എന്ന് പറയുന്ന ഭാഗം അല്ലേ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 300. എത്ര എണ്ണത്തിന്റെ സമ്മ 300 പറഞ്ഞു നോക്കിക്കോ? 15 എണ്ണത്തിന്റെ 15, ആദ്യത്തെ 15 പദങ്ങളുടെ തുക 300 ആണ് പറയുന്നത്. ഈ 15 എന്ന് പറയുന്നത് എന്താ? ഓഡ് നമ്പർ അല്ലേ? ഇങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഒറ്റ സംഖ്യകളുടെ എണ്ണത്തിലാണ് 15 എണ്ണം, 13 എണ്ണം, ഒരു 25 എണ്ണം, അതേപോലെ ഒരു 9 എണ്ണം, ഇങ്ങനെ ഇത്ര ടേംസ് എന്ന് പറയുന്ന ആ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ആണ് ഓഡ് നമ്പർ, അല്ലാതെ 1, 3, 5, 7 എന്ന് പറയുന്ന ഓഡ് നമ്പേഴ്സിന്റെ സമ്മിനെ പറ്റി അല്ല പറയുന്നത്. നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ വരികയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഒക്കെ വെച്ച് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കോണേ, അങ്ങനെ അവർ തന്ന സം എത്രയാ? 300 ആണ് സമ്മ്. എ ക്വസ്റ്റ്യനിൽ അവർ 8ാമത്തെ ടേമാ ചോദിക്കുന്നത്. നമ്മുടെ കയ്യിൽ സം ഉണ്ട്. എത്ര ടേംസിന്റെ സമ്മ തന്നത്? 15 ടേംസിന്റെ സമ്മ് 300 ആണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് 8ാമത്തെ ടേം എത്രയാണ്? 8th ടേം കാണാൻ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 15ഉം 8ഉം തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഇല്ലേ? ആ കണക്ഷൻ കിട്ടിയാൽ നമുക്ക് ആൻസർ സിമ്പിൾ ആക്കാം. എന്താ നമ്മുടെ കണക്ഷൻ? 15ഉം 8ഉം തമ്മിലുള്ള കണക്ഷൻ, 15 ആൾക്കാരെ നിരത്തി നിർത്തിയാൽ അതിന്റെ മിഡ് ടേം നടുവിലുള്ള ആളാണ് 8 എന്ന് പറയുന്നത്. അതെങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കുക? നിങ്ങൾ ആ 15നോട് ഒരു 1 പ്ലസ് ചെയ്യാം. അപ്പൊ എത്രയായി? 16 ആയി. 16. 16ന്റെ പകുതി എടുത്ത് നോക്ക്, 8. കറക്റ്റ് അല്ലേ? നടുവിലുള്ളവനാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു +1/2 ചെയ്താൽ മതി, ആളാരാന്ന് മനസ്സിലാവും. ഓക്കെ ആണേ? അപ്പൊ 15 ആൾക്കാരെ നിരത്തി നിർത്തിയാൽ 8ാമൻ എന്ന് പറയുന്നത് മിഡ് ടേം ആണ്. ആ മിഡ് ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ സമ്മ് കണ്ടോ? സമ്മ് 300 അല്ലേ? 300 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, 15 ആളുകളുടെ സമ്മാണ് 300. നിങ്ങൾ 300 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ ആൻസർ കിട്ടും. എത്രയാണ് ആൻസർ? 20 ആയിരിക്കും. 20 ആയിരിക്കും നമ്മുടെ 8ാമത്തെ ടേം. അപ്പൊ ഈ ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഓഡ് നമ്പർ, നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണ്. അങ്ങനെ സമ്മ് തന്നാൽ അവർ ഈ ചോദിക്കുന്ന നമ്പറും ഈ തന്ന നമ്പറും തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. മിഡ് ടേം ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ 8ന് പകരം ഞാൻ പറയാം ഒരു 23 ടേമിന്റെ സമ്മാണ് നിങ്ങൾക്ക് തന്നെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയാം ഏതാന്ന് പറയാൻ പറ്റുമോ? 23 ഒറ്റ സംഖ്യ, 23 ഒരു 1 കൂട്ട് 24, 24ന്റെ പകുതി 12ാമത്തെ ആൾ ആരെന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. ആ കണക്ഷൻ കിട്ടിയാൽ പിന്നെ ഇത് എളുപ്പത്തിൽ ചെയ്യാം. സമ്മിനെ ആ നമ്പർ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 300/15 ആൻസർ കിട്ടി. 8th ടേം എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ആദ്യ പദം 6 ആയാൽ പൊതുവ്യത്യാസം എത്ര? ഫസ്റ്റ് ടേം തന്നു. ഫസ്റ്റ് ടേം 6 ആണെന്ന് പറയുന്നു. x1 6 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? അതെങ്ങനെയാ ചെയ്യാം? ഓൾറെഡി നമ്മുടെ കയ്യിൽ 8th ടേം 20 ആണെന്നറിയാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് ടേം 6 ആണെന്ന് പറയാം. 2 ആൾക്കാരെ കയ്യിൽ കിട്ടിയാൽ കോമൺ ഡിഫറൻസ് കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടുത്തെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 20ൽ നിന്ന് 6 മൈനസ് ചെയ്യണം. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. 20ന്ന് 6 മൈനസ് ചെയ്താൽ എത്ര വരും? 14 ഉണ്ടാവും. 8ന്ന് 1 മൈനസ് ചെയ്താൽ 7 ഉണ്ടാവും. കോമൺ ഡിഫറൻസ് 2 എന്ന് ആൻസർ ഉണ്ടാവും. 14/7 ആൻസർ 2. രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കണേ. അറിയാത്ത ആൾക്കാർ ഇക്വേഷൻ പഠിച്ചോ. 2 ടേം കിട്ടിയാൽ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ്. ഇനി അതിന്റെ ജനറൽ ഫോം എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സമ്മിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സമ്മ് തന്ന് പിന്നെ സബ് ക്വസ്റ്റ്യനിൽ ബാക്കി ആളുകളൊക്കെ വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്. എന്തായാലും നമ്മൾ ചെയ്തല്ലേ? സി ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞേക്കാം അല്ലെ? xn ഈസ് ഈക്വൽ dn പ്ലസ് f മൈനസ് d ആണ്. അത് ചെയ്യാനുള്ള d നമ്മുടെ കയ്യിലുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്നത് d2 ആണ്. 2n പ്ലസ് ഫസ്റ്റ് ടേം നമുക്ക് എപ്പോഴോ കയ്യിലുണ്ട് 6 ആണ്. അപ്പൊ 6 മൈനസ് 2 എല്ലാം കൂടെ 2n പ്ലസ് 4 എന്നായിരിക്കും ജനറൽ ഫോം കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വണ്ണും ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കണേ.
ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 15th ടേംസ്. ചെറിയൊരു പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞത് സം ഓഫ് ഫസ്റ്റ് 15 ടേം എന്നാണ് നേരത്തെ പറഞ്ഞത്. എന്ന് വെച്ചാൽ ആദ്യത്തെ 15 പദങ്ങളുടെ തുക. ഇവിടെ പറയുന്നത് അങ്ങനെയല്ലേ. ഇവിടെ എന്താ പറഞ്ഞേ? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദത്തിന്റെയും 15ാം പദത്തിന്റെയും തുക എന്നാണ് പറയുന്നത്. ഒന്നാമത്തതും 15ാമത്തതും കൂടെ കൂട്ടിയാൽ എന്നാണ് പറയുന്നത് 60. നേരത്തെ എന്താ പറഞ്ഞേ? ആദ്യത്തെ 15 എണ്ണം കൂട്ടിയാലാണ് നേരത്തെ 300. ഇത് ഒന്നാമത്തതും 15ാമത്തതും മാത്രം പ്ലസ് ചെയ്യുമ്പോൾ തന്നെ 60 വരുന്നുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ചിട്ട് അറ്റൻഡ് ചെയ്യുക, തിരക്ക് കൂട്ടരുതേ. ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 15th ടേംസ് ഓഫ് an arithmetic sequence is 60. Okay, a question. Find the sum of 4th and 12th term. നാലാമത്തതും 12ാമത്തതും കൂടെ കൂട്ടിയാൽ എത്ര? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു ഐഡിയ ഉള്ളവർക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്തു പോവാം. അത് അറിയാത്തവരാണ് സ്റ്റെക്ക് ആയി പോവുക. നോക്കിക്കോണേ, ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ നോക്കുക. ഫസ്റ്റ് ടേം പ്ലസ് പിന്നെന്താ പറഞ്ഞ വേറെ ഏതോ ഒരു ടേം പറഞ്ഞില്ലേ? ഏത് ടേമാ? 15th ടേം. ഇത്രയും ചെയ്താൽ 60 കിട്ടും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് 4th ടേമും 12th ടേമും x4ഉം x12ഉം കൂടെ പ്ലസ് ചെയ്താൽ എത്ര കിട്ടുന്ന ചോദിക്കുന്നത്. ഇതെങ്ങനെയാ കണ്ടുപിടിക്കാം? ഈ പൊസിഷൻ 1, ഇവിടുത്തെ പൊസിഷൻ 15ഉം 1ഉം കൂടെ പ്ലസ് ചെയ്താൽ 16 വരും. ഇനി നിങ്ങളോട് ചോദിച്ച ഈ 4ഉം ഈ 12ഉം കണ്ടോ, അത് കൂട്ടിയാലും 16 തന്നെയല്ലേ. ഇങ്ങനെ പൊസിഷൻ പ്ലസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരേ ആൻസർ ആണ് വരുന്നതെങ്കിൽ രണ്ട് സ്ഥലത്തും 16 അല്ലേ പൊസിഷൻ പ്ലസ് ചെയ്തപ്പോൾ വന്നേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫൈനൽ ആൻസറും സെയിം ആയിരിക്കും. ഈ സം 60 ആണെങ്കിൽ ഇവിടെയും 60 തന്നെയായിരിക്കും. നിങ്ങൾ പൊസിഷൻ പ്ലസ് ചെയ്യുന്ന സമയത്ത് സ്ഥാനങ്ങൾ കൂട്ടുമ്പോൾ ഒരേ ആൻസർ ആണ് വരുന്നതെങ്കിൽ അതിന്റെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇവനും 60 തന്നെയായിരിക്കും. എ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ കേട്ടോ. ആ ഐഡിയ അറിയാമെങ്കിൽ സിമ്പിൾ ആക്കി ചെയ്യാം. അടുത്തത് ഫൈൻഡ് ഇറ്റ്സ് 8th ടേം. 8ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറയുന്നു. x8. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ 15 പദങ്ങളുടെ തുക ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇത് അങ്ങനെയല്ലല്ലോ കയ്യിലുള്ളത്, ഇങ്ങനെയല്ലേ ഡാറ്റ ഉള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 1ന്റെ കൂടെ 15 ചേർത്താൽ 16 കറക്റ്റ് വരും. അതേപോലെ 4ന്റെ കൂടെ 12 ചേർത്താൽ 16 ആവും. 8ന്റെ കൂടെ ആരെ ചേർത്താലാണ് 16 ആവുക? ഒരു തവണയും കൂടെ x8 തന്നെ എഴുതിയാൽ പോരെ. 8ഉം 8ഉം അല്ലേ 16 ഉണ്ടാവുക. അപ്പൊ x8നോട് x8 തന്നെയാണ് വരേണ്ടത്. അപ്പൊ ഇവിടെയും 16 ആയേ. 8ഉം 8ഉം കൂടെ 16 ആയിക്കുന്നേ. അപ്പൊ ഈ 16ന് കറക്റ്റ് വന്നാൽ നമുക്ക് 16 എന്ന് എഴുതാൻ പറ്റും. x8ഉം x8 എന്ന് പറഞ്ഞാൽ 2x8 ആണ്. 2x8 ആണ് 60 എങ്കിൽ x8 എന്ന് പറഞ്ഞാൽ 60യുടെ ഹാഫ് ആയിരിക്കും. ആൻസർ 30 ആണ് അതിന്റെ ആൻസർ ഉണ്ടാവുക. 2 തവണ x8 എടുത്താൽ നമുക്ക് 60 വരുന്നുണ്ടെങ്കിൽ ഒരു x8 അതിന്റെ പകുതി ഉണ്ടാവുള്ളൂ, 30 ഉണ്ടാവും. ബി ക്വസ്റ്റ്യൻ സോൾവ്. അപ്പൊ x8 തന്ന് കൺഫ്യൂഷൻ ആവണ്ട. അതിന്റെ കൂടെ അതേ ടേം തന്നെ ഒന്നും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് വേണ്ട 60ലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ആദ്യത്തെ 15 പദങ്ങളുടെ തുക 15. നേരത്തെ ആള് വന്നിരിക്കുന്നത് ഒറ്റ സംഖ്യയാണ്, സമ്മാണ്. സം ഓഫ് ഫസ്റ്റ് 15 ടേം ആണ് ചോദിക്കുന്നത്. തുക കാണാൻ നമ്മുടെ കയ്യിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഏത് ഇക്വേഷനാ? നമ്മുടെ മെയിൻ ഇക്വേഷൻ അല്ലാതെ ഈ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്ക് മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം എന്ന് പറയുന്ന ഇക്വേഷൻ ചെയ്യാം. മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇവിടെ 15 ആൾക്കാരുടെ സമ്മ് കാണാൻ പറഞ്ഞാൽ നടുവിൽ വരാൻ പോകുന്ന ആള് 8ാമനാണ് നടുവിൽ ഉണ്ടാവുക. അറിയാലോ, 15നോട് ഒരു 1 കൂട്ടിയ 16, 16ന്റെ പകുതി 8ാമനാണ് നടുവിൽ ഉണ്ടാവുക. ആ 8 ഇൻറ്റു ഇനി ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. എത്ര എണ്ണത്തിന്റെ സമ്മ? 15ന്റെ. അപ്പൊ ഇവിടെ 15 എന്ന് കൊടുക്കണം. x8 എന്ന് പറഞ്ഞാൽ 8ാമത്തെ ടേം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, 30 ആണ്. ആ കണ്ടുപിടിച്ച 30 ഇൻറ്റു 15 ആണ് നമുക്ക് ആൻസർ വരിക. അപ്പൊ എത്ര ഉണ്ടാവും? 3 ഇൻറ്റു 15 45ഉം ഒരു 0യും കൂടെ 450 450 എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ മക്കളെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ സമ്മിന്റെ ക്വസ്റ്റ്യൻ വന്നാലും അത് ചെയ്യാൻ പറ്റണം, തെറ്റിപ്പോവരുത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sum of first 10 terms. The sum of first 10 terms of an arithmetic sequence is 400. 10 ടേമിന്റെ സമ്മ. നേരത്തെ 15 ടേമിന്റെ സമ്മ വന്നപ്പോൾ ഓഡ് നമ്പർ ആണെന്ന് മനസ്സിലായി. ഇത് 10 ആണ്, ഈവൻ നമ്പർ ആണ്. അങ്ങനെ ഈവൻ നമ്പറിൽ വന്നാൽ നമ്മൾ ആൻസർ ചെയ്യുക എങ്ങനെയാ? ജോഡി ആക്കിയിട്ടാ ചെയ്യാം. പേഴ്സ്, ജോഡികളാക്കി ചെയ്യാം. 10 എണ്ണം എന്ന് പറഞ്ഞാൽ ആകെ 5 ജോഡികൾ ഉണ്ടാവൂലേ. അങ്ങനെ ജോഡികളാക്കി നമുക്കത് ആൻസറിലേക്ക് പോകണം. പോയി നോക്കാം. If the third term is 30, find its 8th term. മൂന്നാമത്തെ ആള് 30 ആണെങ്കിൽ 8ാമത്തെ ആൾ ആരാന്നാണ് ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കണേ. 10 ആൾക്കാരുണ്ട്, 10 ആൾക്കാർ. ആ 10 എണ്ണത്തിനും കൂടെ സമ്മാണ് 400. ഈ 10 ആൾക്കാർ എന്ന് പറയാൻ നമുക്കറിയാം അതിനെ ജോഡിയാക്കാൻ പറ്റും. ഏതൊക്കെയാ നമ്മുടെ ജോഡികൾ? 1ഉം 1ാമത്തതും 10ാമത്തതും കൂടെ എടുത്താൽ നമുക്ക് ഒരു ജോഡി കിട്ടും.
രണ്ടാമത്തെ ആളെയും ഒൻപതാമത്തെ ആളെയും കൂടി എടുത്താൽ രണ്ടാമത്തെ ജോഡി. ഇനി മൂന്നാമത്തെ ആളും എട്ടാമത്തെ ആളും കൂടി എടുത്താൽ തേർഡ് പെയറായേ. നെക്സ്റ്റോ ഫോർത്ത് വണ്ണും അപ്പുറത്ത് നമുക്ക് സെവൻത്ത് വണ്ണും എടുക്കാം. ഒരെണ്ണൂടെ ബാക്കിയില്ലേ, ഫിഫ്ത്ത് വണ്ണും സിക്സ്ത് വണ്ണും. ഇങ്ങനെ നിങ്ങൾ എടുത്താൽ നോക്കിയോ 5 ജോഡികൾ കറക്റ്റ് നമുക്ക് വരും. ഇതായിരിക്കും നമ്മുടെ പെയേഴ്സ്. ഈ പെയേഴ്സിന്റെ ഒക്കെ ആൻസർ സെയിം ഉണ്ടാവുക. കാരണം എന്താ, 1ഉം 10ഉം കൂടെ 11. 2, 9, 11. പൊസിഷൻ പ്ലസ് ചെയ്യുമ്പോൾ ഒക്കെ 11 ആണ് വരുന്നത്. 3ഉം 8ഉം 11, 4ഉം 7ഉം 11. ഇങ്ങനെ എല്ലാം 11, 11, 11 എന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇനി കാര്യങ്ങൾ കറക്റ്റ് ചെയ്തു പോകാൻ നോക്കിക്കോണേ. ഇങ്ങനെ നിങ്ങൾ എല്ലാ പേഴ്സും എഴുതി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. എക്സാമിന് നമുക്ക് ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇനി അങ്ങനെ പറഞ്ഞു നോക്കാം. നമ്മുടെ പറഞ്ഞത് 10 ടേമിന്റെ സമ്മ് 400 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ 10 എണ്ണത്തിനെ 5 ജോഡിയാക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. ആ ഓരോ ജോഡിയും എത്ര ഉണ്ട്, ഈ ഓരോ പെയറിന്റെയും ആൻസർ, ആ പെയർ സം എത്ര ഉണ്ടാവും കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പെയർ സം എന്ന് പറയുന്ന ഒരു ജോഡിയുടെ സമ്മ് എത്രയാന്ന് വരുന്നത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആ ടോട്ടലുള്ള നമ്മുടെ സമ്മായ 400നെ ആകെ നമുക്ക് എത്ര ജോഡികളുള്ളത്? 5 ജോഡികളാണ് ആകെ ഉള്ളത്. ആ 5നെ കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങളുടെ ആൻസർ എത്ര വരും? 80, 8, 80 എന്ന് വരും നമ്മുടെ പെയർ സം. എന്ന് വെച്ചാൽ ഇത് ഓരോന്നും 80 ഉണ്ടാവുകയെ. ഇതൊരു 80 ഉണ്ടാവും, ഇവിടെ ഒരു 80, ഇവിടെ ഒരു 80, ഇതൊക്കെ 80 എന്ന് വരും. അങ്ങനെ 5 80 ചേർന്നിട്ടാണ് നമ്മുടെ ആൻസർ 400 ആയിട്ട് മാറി ഉണ്ടാവുക. അതിൽ ഈ എഴുതി വെച്ച 5 പെയേഴ്സിൽ ഏതോ ഒരു പെയർ യൂസ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അത് ഏതാന്ന് ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. എങ്ങനെയാ ക്വസ്റ്റ്യൻ നോക്കിക്കോ. തേർഡ് ടേം 30 ആണെങ്കിൽ 8th ടേം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. തേർഡ് 8, 3ഉം 8ഉം നോക്കിക്കോ. 3ഉം 8ഉം കൂടെ കറക്റ്റ് കണക്ട് വരുന്ന ഒരു പെയർ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നില്ലേ? തേർഡ് ടേമും 8th ടേമും കറക്റ്റ് കിടക്കുന്ന, അത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 80 ആണ്. നമുക്ക് അതന്നെ കണക്ട് ചെയ്യാം. ബി ക്വസ്റ്റിൻ്റെ ആൻസർ ആണ്. ബി അല്ലല്ലോ, എ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? എ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് തേർഡ് ടേമും 8th ടേമും കൂടെ പ്ലസ് ചെയ്താൽ 80 ആണ്. അപ്പൊ ഈ ബാക്കി പേയേഴ്സ് ഒന്നും നിങ്ങൾ ഇത് കംപ്ലീറ്റ് എഴുതി കളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് മാത്രം എടുത്ത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാട്ടോ. ഈ ഐഡിയ മനസ്സിലാക്കുക. 400നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തിനാ സാറേ 5 എന്തിനാ? 10 ആണ് നമ്മളോട് നമ്പർ ഓഫ് ടേം പറഞ്ഞ്. 10 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 പെയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ആ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പെയറിന്റെ സം എത്രയെന്ന് കിട്ടും? 80. ആ ഒരു പെയറിൽ നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തു. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്മൾ സെലക്ട് ചെയ്തു. x3 + x8. അതിൽ ഏതൊന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടല്ലോ. 3ആം പദം 30 ആയാൽ 8ആം പദം എത്ര എന്നല്ലേ? ഈ 3ന് പകരം 30 എന്ന് എഴുതി വെച്ചാൽ മതി. 30 + x8 = 80. അപ്പൊ x8 എന്ന് പറഞ്ഞാൽ 80 ന്ന് 30 മൈനസ് ചെയ്താൽ 50 ആയിരിക്കും നമ്മുടെ ആൻസർ. 30ഉം 50ഉം കൂട്ടിയാൽ 80. നേരെ ഡയറക്റ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആൻസർ എന്തായാലും 50 എന്ന് വരും. അത് അവിടെ കഴിഞ്ഞു. അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. പൊതുവ്യത്യാസം എത്ര എന്ന് ചോദിക്കുന്നുണ്ട്. കോമൺ ഡിഫറൻസ് കൂടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? അത് കാണാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താ കാരണം? നമ്മുടെ കയ്യിൽ 2 ടേം ഉണ്ട്. ഒരു ടേം ക്വസ്റ്റ്യനിൽ തന്നു, തേർഡ് ടേം 30 ആണ് ക്വസ്റ്റ്യനിൽ തന്നു. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 8ാമത്തെ ടേം 50 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ D = ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 50 - 30 ഡിവൈഡഡ് ബൈ 8 - 3 ചെയ്താൽ മതി. 50 ന്ന് 30 കുറച്ചാൽ നമുക്ക് എത്ര വരും? 20 ഉണ്ടാവില്ലേ? 8 - 3 ചെയ്താൽ 5 ഉണ്ടാവും. 20/5 4 എന്നായിരിക്കും നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുക. 4 ആയിരിക്കും പൊതുവ്യത്യാസമായിട്ട് വരുന്ന സംഖ്യ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. സമ്മ് കാണുന്ന നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നോക്കണേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് വരുന്നതാണ്. സമ്മ് കാണുന്നത് നിരത്തി ഇങ്ങനെ കുറേ നമ്പർ പ്ലസ് ചെയ്ത് വെക്കുന്ന ചോദ്യം നോക്കണേ. ആദ്യം കാണുന്നത് 1 + 2 + 3 അങ്ങനെ 30 വരെ പ്ലസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് ആൻഡ് യൂസ് ദിസ് ടു ഫൈൻഡ്, അത് യൂസ് ചെയ്തുകൊണ്ട് ബാക്കി ചെയ്തോളാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മുഴുവനും നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എല്ലാം സമാന്തര ശ്രേണിയാണ്. അപ്പൊ എല്ലാത്തിന്റെ സമ്മ് കാണാനും n/2 × x1 + xn കൊടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ അടുത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ ആ ഐഡിയ ഒന്ന് പഠിച്ചു വെച്ചോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നോക്കണേ. ആദ്യത്തെ ആള് 1 + 2 + 3 അതെന്താ സംഭവം? നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1/2 ചെയ്താൽ പോരെ. അപ്പൊ എത്ര ഉണ്ട്? 30 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ അത് 30 × 30 + 1 എന്ന് പറഞ്ഞാൽ 31 ഡിവൈഡഡ് ബൈ 2. ആൻസർ എന്താ വരിക? 30/2 എന്ന് പറഞ്ഞാൽ 15. 15 × 31 ആയിരിക്കും. നമുക്ക് ഇവിടെ തന്നെ സോൾവ് ചെയ്ത് നോക്കാം. 5 × 1 5, 1 × 1 1, 5 × 3 15ന്റെ 5ഉം ബാക്കി ഒരു 1 ഉണ്ടാവും. 1 × 3 3ഉം 1ഉം കൂടെ 4. 5 6 4.
465 465 എന്നായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടുക. ആദ്യത്തെ സെറ്റ് കിട്ടിയേ ഏതാ? നാച്ചുറൽ നമ്പർ 30 എണ്ണത്തിന്റെ തുക കണ്ടു, 465 കിട്ടി. ഇനി ഇത് യൂസ് ചെയ്ത് എങ്ങനെ ഞങ്ങൾ അടുത്തത് ചെയ്യാം? രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോ. രണ്ടാമത്തെ ചോദ്യം നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞു നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് 8, 16, 24 ഇങ്ങനെയല്ലേ പോകുന്നത്? എടാ അതൊക്കെ 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ? ഒരു 8, 8, 2, 8, 16, 3, 8, 24. നിങ്ങൾ അതിൽ നിന്നൊരു 8നെ കോമൺ ആക്കി പുറമെ വെക്കുക. എന്നിട്ട് ബാക്കി ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി നോക്ക്. അപ്പൊ 8ന്ന് 8 കഴിഞ്ഞാൽ 8നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി പിന്നെ 1 ഉണ്ടാവും. പ്ലസ് 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി 2, 24ന് 8 ഡിവൈഡ് ചെയ്താൽ ബാക്കി 3. ഇങ്ങനെ പോയി ഏറ്റവും അവസാനം 240നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ 30ഉം കറക്റ്റ് വരൂലേ? നോക്കിക്കേ ഇപ്പൊ എന്താ സംഭവിച്ചത് നോക്കിക്കോ. നിങ്ങൾ ഇത് നോക്കുന്ന സമയത്ത് പുറമെ ഒരു 8, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ഈ ഉള്ളിലുള്ള ചങ്ങാതി അല്ലേ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആള്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബി ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യാൻ ഒരു പണിയുമില്ല. നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? ഒരു 8 ഇൻറ്റു നേരത്തെ ആൻസർ എ ക്വസ്റ്റിന്റെ ആൻസർ ആയ 465 ചെയ്താൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അത്ര ചെയ്യുമ്പോഴത്തേക്കിനെ നമുക്ക് വേണ്ട ആൻസർ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയേ കൊടുക്കുകയാണേ. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഇവിടെ തന്നെ ചെയ്യല്ലേ. 8, 5, 40ന്റെ 0 ബാക്കി 4, 6, 8, 48ഉം ആ 4ഉം കൂടെ 52ന്റെ 2 ബാക്കി ഒരു 5, 8, 4, 32ഉം ആ 5ഉം കൂടെ ഉണ്ടാവും. എത്രയാ? 37. 3, 7, 2, 0 നമുക്ക് ആൻസർ കിട്ടും. രണ്ടാമത്തെ ചോദ്യം ഫിനിഷ് ആയി. ഇനി മൂന്നാമത്തെ നോക്കിക്കോണേ. മൂന്നാമത്തേലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ 10, 18, 26, 242 ഇങ്ങനെയാണ്. അത് ചെയ്യാൻ നിങ്ങൾ നേരെ മുകളിലേക്ക് നോക്കിക്കോ. ഇവിടെ 8 വന്നപ്പം ഇവിടെ 10, ഇവിടെ 16ന് ഇവിടെ 18, 24ന് 26, 240ന് 242. ഓരോ ടേമിനോടും 2 കൂട്ടി വെച്ചതാ. ഓരോ ആളോടും 2, 2, 2, 2 എന്ന് പ്ലസ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള സമ്മ് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ഓരോ ടേമിനോടും 2 പ്ലസ് ചെയ്യണം. അങ്ങനെ ആകെ എത്ര ടേം ഉണ്ട്? ആകെ 30 ടേം ഉണ്ട്. 30 ടേമിനോടും 2 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ എത്ര കൂട്ടിയാൽ മതി? എടാ ഈ ഓരോ ആളോട് 2, 2 വെച്ച് കൂട്ടിയാൽ മതി. അങ്ങനെ 30 2 കൂട്ടാനുണ്ടാവും. എല്ലാം കൂടെ എത്ര? 60 അല്ലേ ഉണ്ടാവുക. സി ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് ബിയിൽ കിട്ടിയ ആൻസറിലെ നേരത്തെ കിട്ടിയ 3720നോട് പ്ലസ് ചെയ്യാം. എന്താ പ്ലസ് ചെയ്യേണ്ടത്? 2 എന്ന് പറയുന്ന സംഖ്യയാണ് പ്ലസ് ചെയ്യേണ്ടത്. ആ 2 എത്ര തവണ ചെയ്യാനുണ്ട്? ഓരോ ആളോടും പ്ലസ് ചെയ്ത് 30 തവണ അവിടെ 2 കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആൻസർ 3720 പ്ലസ് 2 30 എത്രയാ? ഒരു 60 ഉണ്ടാവും അല്ലെ? 3780 എന്ന് ആൻസർ ആയിട്ടുണ്ടാവും. നേരത്തെ 3720 ആയിരുന്നു. അതിനോട് ഒരു 16 കൂടെ കൂടുതൽ ഉണ്ടാവും. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ അതും കൂടെ കിട്ടി. മൂന്നാമത്തെ ചോദ്യം കിട്ടിയേ 1, 2, 3. ഇനി നിങ്ങൾ നാലാമത്തെ നോക്കിക്കോ. നാലാമത്തേലേക്ക് എന്താ വരുന്നത് നോക്കണേ. നാലാമത്തെ നമ്മുടെ നമ്പർ എത്രയാ? 18. അടുത്ത എത്രയുള്ളത്? 34. അടുത്തത് 50. അടുത്തത് 42. എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതാ നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. ഒരു നല്ലൊരു കണക്ഷൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നോക്കിക്കോണേ എന്താന്നുള്ള കാര്യം. ഈ ബി ക്വസ്റ്റ്യനിലുള്ള ആൻസറും സി ക്വസ്റ്റ്യനിലുള്ള ആൻസറും കൂടെ ഒന്ന് പ്ലസ് ചെയ്ത് നോക്കും. 8ഉം 10ഉം കൂടെ കൂട്ടിയ 18 കറക്റ്റാ. 16ഉം 18ഉം കൂടെ പ്ലസ് ചെയ്താൽ 34. ഇനി ഏറ്റവും അവസാനം 240ഉം 242ഉം കൂടെ 482 കറക്റ്റാ. ഇനി സിന്റെ സി അല്ല നമ്മുടെ ഡിയിലെ ഈ ഡി ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ബിയും അറിയാം സിയും അറിയാം. 2 കൂടെ കൂട്ടിയാൽ മതി. അതായിരിക്കും ഡിന്റെ ആൻസർ. വേറെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ആൻസറും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് ഡി ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഡിയുടെ ആൻസർ നമുക്ക് ഡിയുടെ ആൻസർ പറഞ്ഞു നോക്കാം. ഡിയുടെ ആൻസർ കണ്ടുപിടിക്കാൻ ഈ 3780 പ്ലസ് തൊട്ട് മുകളിൽ കിടക്കുന്ന 3720 രണ്ടും കൂടെ കൂട്ടിയാൽ ആകെ വരുന്നതായിരിക്കും നമുക്ക് വേണ്ട അടുത്തതിന്റെ ആൻസർ. 0, 8, 2, 10ന്റെ 0 ബാക്കി 1 അല്ലെ? 7, 3, 8, 7, 15ന്റെ 5 ബാക്കി 1, 6, 1, 7500 എന്നുണ്ടാവും. 7500 ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ഇനി ഒറ്റ ചോദ്യം കൂടെ ബാക്കിയുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഐഡിയ പറഞ്ഞു തരുള്ളൂ. അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി നിങ്ങൾക്ക് മനസ്സിലായിട്ടും എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നോക്കിക്കോണേ. ലാസ്റ്റ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഡി ക്വസ്റ്റ്യനിലാണ്. ഡിയുടെ ആൻസർ നമുക്ക് 7500 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഡിയും ഇയും തമ്മിലുള്ള കണക്ഷൻ നോക്കിക്കോ. ഇത് 18 വന്നാൽ താഴെ 19, 34 വന്നാൽ 35, 50 വന്നാൽ 51, 482 വന്നാൽ 483. ഓരോ ടേമിനോടും 1 കൂട്ടി വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര തവണ നമ്മൾ 1 കൂട്ടിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ചോ. എന്നിട്ട് മുകളിൽ കിട്ടിയ ആൻസർ നമ്മുടെ കയ്യിലുള്ള 7500 അതിനോട് എന്തോ ഒന്ന് പ്ലസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇത്രയും ഈ സമ്മ് കാണുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് നോക്കിക്കോ. ബാക്കി നമ്മൾ രാത്രി ലൈവ് എടുക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ഈ ചാപ്റ്റർ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ ആണേ? അപ്പൊ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ.